അപ്പം ഇന്നും പക്ഷേ എനിക്കൊന്ന് മീമുകളിലായാലും ട്രോളുകളിലായാലും ഈ എക്സ്പ്രഷൻ കൽപ്പനാമൻ ഇങ്ങനെ മൊഴി ഒന്നിരിച്ച് ഇതിനൊക്കെ ഉണ്ടല്ലോ സ്ഥിരം ഇങ്ങനെ വരുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും, അതായത് പുതിയ 2K കിഡ്സ് ആണ്, അവരാണ് ഓർക്കുന്നത്. പറയുകയാണെങ്കിൽ അവരിപ്പോഴും മീംസ്, പിന്നെ ഈ പുതിയ സോങ്സ് വെച്ചിട്ട് അവരുടെ പഴയ ഡാൻസ് സീക്വൻസ് ഒക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണും, ചിലപ്പോൾ ഞാൻ കാണാത്ത ക്ലിപ്സ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പം അവർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെയും പിന്നെ ഇതൊക്കെ ഇവർ എവിടെ നിന്ന് എടുക്കുന്നു എന്നാണ്. പിന്നെ കാരിക്കേച്ചേഴ്സ് വരയ്ക്കുക, ഇതൊക്കെ കാണുമ്പം ഓബിയസ്ലി എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. ഐ മീൻ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്. അപ്പോൾ ഇവരൊക്കെ ഓർക്കുന്നത് തന്നെ എന്താ പറയുക, എനിക്ക് അവരോട് താങ്ക് യു ആണ് പറയാനുള്ളത്. എനിക്ക് അത്രയും സന്തോഷമാണ്. പിന്നെ അവരില്ലാത്തതിൻ്റെ ഇത് ഏതായാലും എല്ലാ കാലവും ഒരു ഘടകം തന്നെയാണ്. അതെ അതെ അതെ. ഇപ്പം ഈ താരങ്ങളുടെ മക്കളെ സംബന്ധിച്ച് അവർ ഏറ്റവും വലിയൊരു ദുഃഖമായിട്ടുള്ളത് ചൈൽഡ്ഹുഡിൽ ചിലപ്പം ഇവർ പേരൻസ് ഇവർക്ക് മേ ബി തീരെ കുറവായിരിക്കും ലൈഫിൽ കിട്ടുന്നത്. അത് ആ ഒരു വിഷമം ഉണ്ടോ ഇപ്പോഴും? ഇല്ല, എനിക്ക് വിഷമമില്ല. എനിക്ക് എൻ്റെ അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്, അമ്മയാണ് വളർത്തിയത്. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ ജനറേഷനിലെ മക്കളെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഒരുമിച്ചായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവർ ഈ അമ്മമാരില്ലാത്തതൊന്നും ഞങ്ങൾക്കൊരു മൈൻഡേ അല്ല. ഞങ്ങൾ വഴക്കുണ്ടാക്കുക, ഞങ്ങൾക്ക് വല്ലതും കഴിക്കാൻ കിട്ടുക, ഇത് മാത്രമുള്ള ഇതേ ഉള്ളൂ. സ്കൂളിൽ പോവുക, വഴക്കുണ്ടാക്കുക, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഇവർ വരുമ്പോൾ ഞങ്ങൾ ഇവരെ വന്ന അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ മര്യാദയൊന്നും ഞങ്ങൾ കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നി ഇവർ ആരോ വലിയ ആൾക്കാരാണ് എന്നുള്ള തോന്നൽ വന്നു തുടങ്ങി. അപ്പോഴും ഞങ്ങൾ ഇവരെ മിസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിൻസും അമ്മയുണ്ടോ സ്കൂളിൽ പോയി വല്ലതും ചോക്ലേറ്റ് ഒക്കെ കിട്ടിയോ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇവരെ മിസ് ചെയ്യുന്നതോ ആ ഒരു അഫെക്ഷനോ അങ്ങനെ ഇല്ല. അങ്ങനെ തോന്നിയിട്ടില്ല. അവരെ മിസ് ചെയ്യുന്ന പോലെ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഞങ്ങൾക്ക്. അതെ അതെ അതെ. സാധാരണ അങ്ങനെ ഞങ്ങൾക്ക് ദുഃഖം ഞങ്ങൾ പറഞ്ഞാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മക്കളെ ഇവരിങ്ങനെ ഷൂട്ടിങ്ങിന് പോവുകയാണ്. അല്ല, നമുക്ക് ഇവരെ സിനിമയിൽ കാണുന്ന സന്തോഷമാണ്. അപ്പം ഈ സിനിമയാണ്, അപ്പം നമുക്ക് സ്കൂളിലൊക്കെ പോയിട്ട് പറയാമല്ലോ ഈ സിനിമയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ആ ഒരു വിഷമമേ തോന്നിയിട്ടില്ല. നമ്മൾ ഇന്റർവ്യൂ നമ്മുടെ അമ്മമാരെ പേരുകളുടെ കാര്യം പറഞ്ഞു. സാറിന് നമ്മളൊക്കെ എല്ലാവരും അമ്മ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പം ഇതിനകത്ത് മിനുമ്മ നല്ല മിന്നു നല്ല വിളിക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു ശീലം വന്നത്? ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ബേസിക്കലി ഇങ്ങനെ അമ്മ എന്ന് വിളിക്കണം. ആക്ച്വലി കാർത്തൂൺ എൻ്റെ വല്യമ്മയുടെ ഞാൻ ചേട്ടനും ഞങ്ങൾ ഒരുമിച്ച് വളരുന്ന സമയത്ത് ഞാൻ, ചേട്ടൻ, പിന്നെ പൊടിയമ്മയുടെ മോള് കുഞ്ഞാറ്റ, പിന്നെ എൻ്റെ അമ്മാവൻ്റെ മോൻ അമ്പാടി. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം ഞങ്ങൾ ഈ 4 പേര് ഒരുമിച്ച് വളരുമ്പോൾ ചേട്ടൻ ഇവരെയൊക്കെ ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ചേട്ടൻ. അപ്പം അത് തിരുത്തിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും ചേച്ചി എന്നായി. അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇവരെന്താണ് ആരാണെന്ന്. അപ്പം നമ്മൾ കാണുമ്പോൾ ചേച്ചി അത്രയേ ഉള്ളൂ, കൂടുതൽ അടുത്തൊന്നും അങ്ങനെ പോകില്ല. ഞങ്ങൾക്ക് പേടിയാ, ചിലപ്പോൾ ദേഷ്യപ്പെടും. ദേഷ്യം കണ്ണൊക്കെ ഉരുട്ടി കാണിക്കും. പിന്നെ നമ്മൾ കൂടുതൽ ഉണ്ട്, വീട്ടിലുണ്ട്. കണ്ണൊക്കെ ഉരുട്ടി ഭദ്രകാളിയൊക്കെ വരുന്ന പോലെയൊക്കെ കാണിച്ചു കളയാം. അപ്പം നമ്മൾ കുറച്ച് മിണ്ടാതിരിക്കണം. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കാർത്തുമൊക്കെ ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ പേടിയാവും. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു ഏജ് ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇവരെ വീട്ടിൽ വിളിക്കുന്ന പേര് ഞങ്ങളങ്ങ് വിളിക്കാൻ തുടങ്ങി. കലമോളെ എന്നുള്ള ഞങ്ങൾ കാർത്തൂന്നാക്കി, മിനിമോളെ എന്നുള്ള ഞങ്ങൾ മിനുന്നാക്കി, പൊടിമോളെ എന്നുള്ള ഞങ്ങൾ പൊടിയമ്മ എന്നാക്കി. അപ്പൊ അതിൽ കുറച്ച് ബഹുമാനം കൊടുത്തു പൊടിയമ്മയ്ക്ക്. ബാക്കിയുള്ളവർക്ക് പേര് അതെ ഇച്ചിരി കുറച്ച് എക്സ്ട്രാ പേടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം പൊടിയമ്മയെ മാത്രം പൊടിയമ്മ എന്ന് വിളിച്ചു. അങ്ങനെ